നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 9, 10 തീയതികളിൽ 3 രാശിക്കാർക്ക് അമ്പരപ്പിക്കുന്ന നേട്ടങ്ങളാണ് കാണുന്നത്. അത് ടൈറ്റിലിട്ടിരിക്കുന്ന പോലെ കന്നി, ധനു, ഇടവം. ഈ 3 രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം വരുന്നത് ഈ ദിവസങ്ങളിൽ. പക്ഷേ ബാക്കിയുള്ള 9 രാശിക്കാർക്ക് ഭാഗ്യമില്ലെന്നല്ല, തീർച്ചയായിട്ടും അവരെക്കുറിച്ചും പ്രതിപാദിക്കുന്ന വീഡിയോ ഇന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള രാശിക്കാർ ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ മാർച്ച് 9 രാവിലെ 9:29 AM മുതൽ മാർച്ച് 11 രാത്രി 10 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവിക്കാവുന്നത്. ആദ്യം കന്നിരാശിയുടെ കാര്യം പറയാം. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 3 പാദം. കന്നിരാശിക്കാർക്ക് പ്രധാനമായിട്ട് പറയേണ്ടത് ഇതാണ്: ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ള 8 ഗ്രഹങ്ങളിൽ 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. 2 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും ഫലം തരുന്നു. അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പിതൃസ്വത്ത് ലഭിക്കാം. സൂര്യൻ, ചൊവ്വ, സർപ്പം, ഇത് 3ഉം അനുകൂലമാണ്, ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അപ്പോൾ പിതൃസ്വത്ത് ലഭിക്കാം, പിതൃഗുണം, പൂർവികരുടെ അനുഗ്രഹം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് ഉയർച്ച, അതുപോലെ തൊഴിൽ വിജയം. അത് ഈ കുംഭമാസം മുഴുക്കെ ഉണ്ടാവും. പിന്നെ മോശമില്ലാത്ത രീതിയിൽ ആരോഗ്യം മെച്ചപ്പെടും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ കുറയും. ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. കന്നിരാശി. ഓക്കെ, ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം. ധനുരാശിക്ക് നേട്ടമാണ്. 2 ഗ്രഹങ്ങൾ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിൽ വ്യാഴമുണ്ട്, സർപ്പമുണ്ട്, സൂര്യനുണ്ട്, ചൊവ്വയുണ്ട്. അപ്പോൾ ഇവർക്ക് നേരത്തെ കന്യാരാശിക്ക് പറഞ്ഞ പോലെ തന്നെ പിതൃഗുണം, തൊഴിൽ ലാഭം, അത് കുംഭമാസം മുഴുക്കെ ഉണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും, ഭൗതിക സുഖങ്ങൾ, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത, അതുപോലെ പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. പിതൃസ്വത്തുമായിട്ട് ബന്ധപ്പെട്ട, പൂർവികരുമായിട്ട് ബന്ധപ്പെട്ട നേട്ടങ്ങൾ, അത് സ്വത്ത് മാത്രമല്ല, പണം മാത്രമല്ല, അല്ലാതെയും പുതിയ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഉണ്ടാവും. വിവാഹം നിങ്ങളുടെ കുടുംബത്തിൽ നടക്കും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം സുരഭിലമാവും. ഇവർ തിങ്കളാഴ്ച ശിവന് വഴിപാട് നടത്തുക, ജലധാര നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് അത്യധികം ഇടിവെട്ട് സൗഭാഗ്യമാണ് കിടക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. 2 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. ചന്ദ്രൻ ഉൾപ്പെടെ. ചന്ദ്രൻ, വ്യാഴം, സൂര്യൻ, ബുധൻ, ചൊവ്വ, ശുക്രൻ, ശനി ഇവയുടെ വലിയൊരു കൂടിച്ചേരലുകൾ കാര്യമായ പ്രതികൂലാവസ്ഥ ഇല്ലാത്ത ഒരവസ്ഥയിൽ അത്യധികം ഗുണാധിക്യം ഇടവം രാശിക്കാർക്ക് നേടിക്കൊടുക്കാൻ പോവുകയാണ്. ബന്ധങ്ങൾ ഊഷ്മളമാവും. പുതിയ സുഹൃത്തുക്കളെ കിട്ടും. സമൂഹത്തിൽ ഉന്നതരുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ കഴിയും. അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഗൃഹലാഭം, വാഹനലാഭം ഇതെല്ലാം പെടുന്നുണ്ട്. ഓക്കെ. ചൊവ്വയും വ്യാഴവും അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് തീർത്ഥയാത്രകൾക്ക് സാധ്യതയാണ്. ഉല്ലാസയാത്രകൾക്ക് സാധ്യതയാണ്. വാഹനലാഭവും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, കുംഭമാസം മുഴുവൻ, കുംഭമാസം മാത്രമല്ല കുംഭം മീനം മാസങ്ങളിൽ ഇവർക്ക് തൊഴിൽ ഭാഗ്യം, പിതൃഗുണം, സന്താന നേട്ടം, ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. കാരണം ശനിയും വ്യാഴവും ചൊവ്വയും സൂര്യനും ഇവിടെ അനുകൂലമാണ്. ഓക്കെ. അപ്പോൾ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ നേട്ടമുണ്ടാവും. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യതയുണ്ട്. സാങ്കേതിക മികവുമുണ്ട് എന്ന് പറയുമ്പോൾ ശനിയും ചൊവ്വയും ഇവിടെ അനുകൂലമാണ്. അതാണ് ഈ പറയുന്നത് സാങ്കേതിക മികവുകൊണ്ട് നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതികമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക്, യന്ത്രസാമഗ്രികൾ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ഉൾപ്പെടെ ഓക്കെ ബന്ധപ്പെടുന്ന ആൾക്കാർക്ക്, തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ ഉന്നത മേലധികാരികളുമായിട്ട് രമ്യതരാവുകയും അവരുടെ കയ്യിൽ നിന്ന് പ്രീതി സമ്പാദിക്കാനും പറ്റും. പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. ആകമൊത്തം ടോട്ടൽ ഈ 3 രാശിക്കാർക്കും അടിപൊളി ഇടിവെട്ട് സൗഭാഗ്യമാണ്, അമ്പരപ്പിക്കുന്ന സൗഭാഗ്യമാണ്. പിന്നെ ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയ പരിപാടിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾ എൻ്റെ വാട്സാപ്പിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ, ഫോൺ വിളിക്കരുത്, വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.